നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ശിവശങ്കരൻ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് കമല ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു, എന്തായി ശിവേട്ട കാര്യങ്ങളൊക്കെ? MLA കാണാൻ പോയിട്ട് എന്തു പറഞ്ഞു? രാജീവ് എന്തിയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, രാജീവ് വൈഫ് ഹൗസിലേക്ക് പോയി. അതെ, ഞാൻ അകത്തേക്ക് ഒന്ന് കയറിക്കോട്ടെ, നീ എനിക്ക് കുടിക്കാനായിട്ട് ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ശിവശങ്കരൻ അകത്തേക്ക് ഒന്ന് കയറിയിരുന്നു. ആ സമയത്ത് മനു അങ്ങോട്ട് ചെന്നു. മനു എന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചാ MLA കാണാൻ പോയിട്ട്? MLAക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. കേസ് കോടതി വരട്ടെ എന്നാ പറയണേ. അല്ല, ജാമ്യം കിട്ടുമോ? അതിനെക്കുറിച്ചൊന്നും അറിയില്ല മനു. ഈ സമയത്ത് മനുശങ്കർ പറഞ്ഞു, ഇത് പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു കേസല്ലേ, പോക്സോ കേസല്ലേ. അപ്പം അതുകൊണ്ട് ജാമ്യം കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു, ആ പെങ്കൊച്ചിന് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. 18 വയസ്സോ? അതെ, അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അങ്ങനെ കിടക്കുന്നത്. പക്ഷെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അങ്ങനെയല്ല. കാരണം ഈ സ്കൂളിലൊക്കെ ചിലപ്പം കുറച്ച് പ്രായം കുറച്ചൊക്കെ അല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു, പോക്സോ കേസ് ആകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല ചായയൊക്കെ ആയിട്ടും കൂടി വന്നു. അങ്ങനെ ചായ കൊടുത്തിട്ട് ചോദിച്ചു, അല്ല എന്തിനാ രാജീവൻ വൈഫ് ഹൗസിലേക്ക് പോയെന്ന് ചോദിച്ചു. പിന്നെ അവനെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഇവിടെ വന്നിട്ട് കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനും മടുത്ത് കാണും. രാഷ്ട്രീയക്കാരെ കാണാൻ പോകുന്നതല്ല. അല്ല, എന്തായി MLA കാണാൻ പോയിട്ട് വല്ല കാര്യം നടക്കുമോ? ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. അന്ന് ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പോൾ വല്ല പോലീസ് റാങ്കിലുള്ള ഉയർന്നവരെ ആരെങ്കിലും പിടിക്കാൻ നോക്കുക. വല്ല SPIയോ അങ്ങനെ ആരെങ്കിലും. എൻ്റെ കമലെ, ഇങ്ങനത്തെ കേസിലൊന്നും അധികം ആരും ഇടപെടുത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഈ സമയത്ത് കമല ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു, ശിവേട്ട എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കുക. കാരണം അവനാണ് കൂടപ്പറപ്പിനോടൊക്കെ കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, പിന്നെ ആണോന്നോ, ഭയങ്കര സ്നേഹമാണ്. സ്വന്തക്കാരോടുള്ള സ്നേഹം കാരണം ഇപ്പം കണ്ടില്ലേ, സ്വന്തക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ചില്ല അവനെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കമല ഇങ്ങനെ അവരെ നോക്കുകയാണ്. അപ്പോഴേക്കും മനു പറഞ്ഞു, അമ്മ കൂടുതലൊന്നും നോക്കണ്ട. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, അവനൊരു അബദ്ധം പറ്റിയതല്ലേന്ന് ചോദിച്ചു. അബദ്ധോ? ഇതാണോ അബദ്ധം? ഇതിനു മുമ്പ് അവൻ എത്ര വട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട്? ഈ പറയുന്ന ഹരി ആ പെങ്കൊച്ചിനെ ഇതിനു മുമ്പ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പലയിടത്തും കൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് അലീനയുടെ അടുത്ത് അവൻ എന്നാ ചെയ്തേ? കൃഷ്ണമോളുടെ അടുത്ത് വരെ മോശമായിട്ട് പെരുമാറി. എന്തിനേറെ പറയുന്നു, ബാബിതയുടെ ബാബിത അവൻ്റെ ഫോൺ മേടിച്ച് തല്ലിപ്പൊടിച്ച് കളഞ്ഞ് എന്തിനാ? അതിന് തക്കതായ കാരണമുണ്ട്. അവളുടെ ഒരു വീഡിയോ വെച്ച് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ അറിയാഞ്ഞിട്ടാണ് അമ്മ പറയുന്നത് അവനൊരു കയ്യബദ്ധം പറ്റിയതാന്ന്, അവനൊരു അബദ്ധം പറ്റിയെന്ന്. നാണമുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ പറയാനായിട്ട്. ശരിക്കും പറഞ്ഞാലേ ഇത് അമ്മയുടെ ജീനിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞു. എൻ്റെ ജീനിൽ നിന്നോ? അതെ, ഇത് അമ്മയുടെ വീട്ടുകാർക്കാന്ന് തോന്നി ഇങ്ങനത്തെ സ്വഭാവം. എന്താണെങ്കിലും അച്ഛൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനത്തെ സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് ദേഷ്യം വന്നു. കമല പറഞ്ഞു, പിന്നെ ഇനി എൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിക്കോ? ഞാനാണ് തെറ്റുകാരനല്ലേ, എനിക്ക് ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അമ്മ തെറ്റുകാരിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു പക്ഷേ അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതായിരിക്കും, അമ്മയുടെ മുത്തശ്ശനിൽ നിന്നോ ആരെന്നേലും കിട്ടിയ സ്വഭാവമായിരിക്കും അവന്. എന്താണെങ്കിലും ഈ തറവാട്ടിൽ ഒരു സ്വഭാവം അവനില്ലെന്ന് പറഞ്ഞു. കമലയ്ക്ക് ദേഷ്യമായി. ഇനിയിപ്പോൾ എൻ്റെ നേരെ ചാടിക്കടിച്ചാൽ മതി. ഒടുവിൽ ശിവശങ്കരൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? ഇതൊന്നും അല്ല ഇപ്പം നമ്മുടെ ഇവിടുത്തെ വിഷയം. എങ്ങനെ അവനെ പുറത്തെത്തിക്കാന്നുള്ളല്ലേ? അതിന് നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചിട്ട് കാര്യമില്ല. കമല പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാനങ്ങോട്ട് പോയേക്കോ. എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും, അല്ലെങ്കിൽ അവസാനം വരുമ്പോൾ കുറ്റം എൻ്റെ തലയിലാണല്ലോ എന്നും പറഞ്ഞ് കമല അങ്ങോട്ട് പോയി. ആ സമയം മനു പറഞ്ഞു, ജാമ്യത്തിലെടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണോ അച്ഛാ എന്ന് പറയണം. അപ്പോഴാണ് ശിവശങ്കരൻ ആ കാര്യം പറയണേ. അതെ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുമായിരുന്നു. എന്ത്? ഇന്ന് ആ രേനിയുണ്ടല്ലോ, ആ കണിയാപുരം കോളനിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് കമല അവിടെ നിൽക്കുന്നുണ്ട്. കമല ഇത് കേട്ടു. പെട്ടെന്ന് കമല വീണ്ടും അങ്ങോട്ടേക്ക് വന്നു. അവളെന്തിനാ അങ്ങോട്ടേക്ക് പോന്നേ? ശരണ്യയെ കാണാനായിട്ട് എങ്ങോട്ട്? ശരണ്യനെ കാണാനോ? അതെന്തിനാ അച്ഛാന്ന് മനു ചോദിച്ചു. മിക്കവാറും സ്വാധീനിക്കാനായിരിക്കും, ബാലേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും, രോഹിത്തിനെ രക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. അവൾ അങ്ങനെ പോകുന്നോളല്ല, അവൾ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, ആര് പറഞ്ഞു? മിക്കവാറും അതിനൊക്കെ തന്നെയായിരിക്കും പോയിരിക്കുന്നത്. എന്നിട്ടോ അച്ഛാ, എന്താവാനാ? കോളനിയിലുള്ളവരൊക്കെ തിളച്ച് വയ്ക്കുമല്ലായിരുന്നോ? അവളുടെ തലവഴി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ തുടങ്ങി. തീപ്പെട്ടി കത്തിച്ച് കഴിഞ്ഞപ്പോൾ കെട്ടുപോയി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ടോ ആരോ അവളെ വന്ന് രക്ഷപ്പെടുത്തി. ഇപ്പം അവൾ എന്താണെങ്കിലും കടപ്പാട്ട് വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അല്ല, നീ ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞില്ല അച്ഛാ, ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് ചോദിച്ചു. നീ ഒരു കാര്യം ചെയ്യുക, ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കാം, അപ്പം അറിയാലോ. അനിയനോട് ചോദിച്ച സത്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു. മനുവിനെ അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ
അലീന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനുവിൻ്റെ കോൾ വരുന്നത്. അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മനു ചോദിച്ചു, എന്തൊക്കെയാ അലീന അവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാ ഞാൻ കേൾക്കണമെന്ന് ചോദിച്ചു. എന്താ മനുവേട്ടാ, ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞു. നീ ആ കണിയാപുരം കോളനിയിലേക്ക് പോയെന്ന് ചോദിച്ചു. ആ പോയി. എന്തിനാ അലീന നീ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിച്ചു. അത് പിന്നെ മനുവേട്ടാ, എനിക്ക് അങ്ങോട്ടേക്ക് പോകണമായിരുന്നു. ആ ശരണി എന്ന് പറയുന്ന കുട്ടിയെ കാണാമായിരുന്നു. നീ ഇത് എന്തു ഭാവിച്ചാ, നീ ആരോട് ചോദിച്ചിട്ടാ പോയെന്ന് ചോദിച്ചു. ഞാൻ അച്ഛനോട് ചോദിച്ചായിരുന്നു. എന്നിട്ട് അങ്കിള് സംഭവിച്ചോ പോവാനായിട്ട്? പോവണ്ടെന്ന് പറഞ്ഞില്ല, ഞാൻ പോയി. നിനക്കൊരു വാക്കെങ്കിലും എന്നോട് ചോദിക്കായിരുന്നല്ലോ. മനുവേട്ട, എല്ലാവരുടെ സമ്മതം വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമാണത്. അലീന, നിനക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേ? എനിക്കൊരു പ്രശ്നമില്ല മനുവേട്ട. എന്നാലും നീ ഇത്ര കടന്നൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാവരും കൂടെ ചേർന്ന് നിന്നെ ഉപദ്രവിച്ചില്ലേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? ഒന്നും സംഭവിച്ചില്ല മനുവേട്ട. പിന്നെ ബാലേന്ദ്രമേനോൻ്റെ വീട്ടിൽ നിന്ന് വന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവരങ്ങനെയൊക്കെ ചെയ്തത്. അതിപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളാണെങ്കിലും ആ സ്ഥാനത്ത് അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും അലീന, നീ ഇത്ര ധൈര്യത്തോടെ എങ്ങനെ അങ്ങോട്ടേക്ക് പോയി? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, നീ അവിടെ പോയതുകൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടോയെന്ന് ചോദിച്ചു നമുക്ക്. അതെ, എനിക്ക് പ്രയോജനമുണ്ട് മനുവേട്ട. ആ പെൺകൊച്ചിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമായിരുന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് ആഹാരം പോലും കഴിക്കാതെ ഒരേ കിടപ്പ് തന്നെയായിരുന്നു ആ കൊച്ച്. പക്ഷെ ഞാൻ ചെന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞ് അതിന് ആഹാരമൊക്കെ വാരിക്കൊടുത്തേ. ഒരു പക്ഷേങ്കിൽ അതിൻ്റെ മനസ്സിന് ഇത്തിരി സമാധാനമായി കാണും. ഞാൻ വേറൊന്നും നോക്കില്ല എന്ന് പറഞ്ഞു. അലീന, നീ സൂക്ഷിക്കണം. നീ എന്താണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. സാരമില്ല മനുവേട്ട, എനിക്ക് എൻ്റെ മനസ്സിലിപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, ആ പെൺകൊച്ചിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാന്നുള്ള, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നീട് മനുഷ്യങ്കർ പറഞ്ഞു, ശരി, ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങോട്ടേക്ക് വരാം, നമുക്ക് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം, ഇപ്പം ഞാൻ വെക്കുവാന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യങ്കർ കോള് കട്ട് ചെയ്തു. പിന്നീട് അലീന രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. രേവതിക്കുട്ടിയോട് ചോദിച്ചു, നീ തിരക്കിലാണോ? ഞാൻ മുറിയിൽ അയച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ചോദിച്ചു, നിനക്ക് സുഖമല്ലേ മോളെ? എനിക്ക് സുഖം അയച്ചെന്ന് പറഞ്ഞു. അല്ല, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. ഇവിടെ എന്താവാനാ, അറിയാലോ നിനക്ക് കാര്യങ്ങൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, എനിക്കറിയാം, കുഞ്ഞാങ്ങളെ അല്ലേ, അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാണും. അലീന ചേച്ചിക്കല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ഇല്ലാതിരിക്കോ മോളെന്ന് ചോദിച്ചു. അല്ല, വൈജയന്തി മാഡം എന്ത് പറയുന്നു, സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയെന്ന് ചോദിച്ചു. എവിടെന്ന്? മാഡത്തിനൊന്നും പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. മാഡം എപ്പോഴും പറയണം ഞാനാണ് തെറ്റുകാരിയെന്നാ. ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ എല്ലാം ശരിയാവുമെന്ന് പറയണേ. എൻ്റെ ചേച്ചി, അവർ ഈ ജന്മത്തിൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനത്തെ ഒരു സ്ത്രീ അവർ. എന്ത് ചെയ്യാനാ, ചേച്ചിയുടെ അമ്മയായി പോയില്ല എന്നൊക്കെ രേവതിക്കുട്ടി പറഞ്ഞു. പിന്നീട് അലീന പറഞ്ഞു, ഞാനേ ശരണ്യെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കോളനിയിൽ. ശരണ്യെ കാണാനേ? എന്നിട്ട് എന്തായി? അവിടെ ചെന്ന് അവളെ കണ്ടു. ചേച്ചിയെ കാണാൻ അവർ സമ്മതിച്ചോന്ന് ചോദിച്ചു. അതൊന്നും പറയണ്ട, വല്ലാത്തൊരു പ്രശ്നമായിരുന്നു പറഞ്ഞു. എന്ത് പ്രശ്നം? അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ശരണ്യയുടെ ആങ്ങള മണ്ണെണ്ണ എടുത്തോണ്ട് എൻ്റെ തലവഴി ഒഴിച്ചു കത്തിക്കാൻ ഒരുങ്ങി. എന്നിട്ടോ കൃത്യസമയത്ത് തന്നെ ഓട്ടോക്കാരൻ ഷായിച്ചേണ്ണ അങ്ങോട്ട് വന്നു. ഷായിച്ചേണ്ണ അവിടേക്ക് വന്ന് എന്നെ രക്ഷിച്ചത്, ഇല്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. പിന്നീട് എന്നെ ഷായിച്ചേൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഷായിച്ചേൻ്റെ പെങ്ങടെ ഡ്രസ്സൊക്കെ എടുത്ത് തന്ന് ഇടാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ശരണ്യനെ കണ്ടിട്ടാണ് ഞാൻ പടങ്ങി വീട്ടിലേക്ക് വന്നു പറഞ്ഞു. അത് കേട്ട് ഞാൻ വല്ലാത്തൊരു ഷോക്കായിരുന്നു രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി ചോദിച്ചു, ചേച്ചി എന്തൊക്കെയാ പറയണേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേച്ചിയുടെ തലയ്ക്ക് എന്താ ഓളം ഉണ്ടോയെന്ന് ചോദിച്ചു. എന്താ മോളെ, ചേച്ചി എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് അങ്ങോട്ടേക്ക് പോയത്? ഒരു വാക്ക് പോലും ചേച്ചി പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ചേച്ചി, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മോളെ, നിന്നെപ്പോലെ തന്നെയല്ലേ എനിക്ക് അവൾക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ പാവം ഒരു പെങ്കൊച്ചല്ലേ, അവളുടെ കിടപ്പൊന്ന് കാണേണ്ടതായിരുന്നു. ഞാൻ ചെന്ന് കുറേ ആശ്വസിപ്പിച്ചു. അപ്പോഴവൾക്കൊരു സമാധാനമായത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതല്ലേ. കാര്യം പറഞ്ഞ രോഹിത്തൻ്റെ ആങ്ങളെയാണ്. പക്ഷേങ്കിൽ അവൻ ചെയ്ത തെറ്റങ്ങനെ പൊറുക്കാൻ പറ്റുന്നില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് അതിൻ്റേതായ ശിക്ഷ കിട്ടണം. അങ്ങനെ ഒരു ചിന്താഗതിക്കാരിയാണ് ഞാൻ, നിനക്കറിയാലോ. രേവതിക്കുട്ടനും ചേച്ചി എന്നാലും സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ നിന്നോട് ഞാൻ ഈ കാര്യം പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, ഇത് പിന്നെ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പരാതി പറയും. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, എന്നോട് പറഞ്ഞില്ലായിരുന്നു ചേച്ചീനെ ഇപ്പം ഞാൻ കാണിച്ചു തന്നേനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി കോള് കട്ട് ചെയ്യുന്നത്. രേവതിക്കുട്ടിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അലീനയുടെ കാര്യം ഓർത്തിട്ട്. കാരണം അലീനയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു രേവതിക്കുട്ടിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്നിട്ട് അലീനോട് ചോദിച്ചു, ഇതെന്താ ചേച്ചി രാവിലെ ഇതെല്ലാം തയ്യാറാക്കണമെന്ന് ചോദിച്ചു. അതെ, എനിക്ക് ശരണ്യനെ കാണാം, ശരണ്യയുടെ വീട്ടിലേക്ക് വരെ പോകണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, ഞാനും കൂടെ വരട്ടെ ചേച്ചിയുടെ കൂടെ അങ്ങോട്ടേക്ക്? വേണ്ട, സംഭവത്തിൻ്റെ കളറ് മാറുമെന്ന് പറഞ്ഞു. നിന്നെയും കൂടെ അവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോഴേ കൃഷ്ണമോൾ പറഞ്ഞു, ഞാനും സഹായിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൊണ്ട് ടേബിളിൽ വെക്കുവാണ്. പിന്നീട് വന്നിട്ട് പറഞ്ഞു, ചേച്ചി
അല്ല ചേച്ചി പോയിട്ട് ഇന്ന് വരത്തില്ലെന്ന് ചോദിച്ചു. വരും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തോളം ഞാൻ വന്നിട്ട് തയ്യാറായിക്കോളാം എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചി തനിച്ച് പോകുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക. ഞാൻ ഇങ്ങോട്ട് പോയിട്ട് വരും, എനിക്കൊരു കുഴപ്പമോ സംഭവിക്കില്ല എന്നൊക്കെ അലീന പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അല്ല ഷായിച്ചേൻ്റെ വീട്ടിലേക്ക് ചേച്ചി പോകുന്നുണ്ടെന്ന് ചോദിച്ചു. പോകണം, അവിടെയും കൂടെ പോയിട്ട് വേണം വരാനെന്നൊക്കെ കൃഷ്ണമോളോട് പറഞ്ഞു. പിന്നീട് കൃഷ്ണമോള് ഹാളിലേക്ക് വരുമ്പോഴാണ് ഭവിത അങ്ങോട്ടേക്ക് വരുന്നത്. ഭവിത വന്നിട്ട് ചോദിച്ചു, എടി നിന്റെ അലീന ചേച്ചിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്താ? അവൾ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നേ? ആ ശരണ്യയുടെ വീട്ടിലേക്ക് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു. പോയതുകൊണ്ട് എന്താ കുഴപ്പമിരിക്കണേ? ഒരു പ്രശ്നമില്ലേ? അവളിപ്പോൾ ആരുടെ കൂടെ നിൽക്കണ്ടേ? ഈ കുടുംബത്തിലുള്ളവരുടെ കൂടെയല്ലേ? അച്ഛൻ്റെ മോളാന്നും പറഞ്ഞാണല്ലോ അവൾ നടക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രോഹിതണ്ണ അവളുടെ ആരാ? സഹോദരനല്ലേ? അപ്പോൾ രോഹിതണ്ണോടൊപ്പം അല്ലേ അവൾ നിൽക്കണ്ടേന്ന് ചോദിച്ചു. അതെ, നിൽക്കുന്നൊക്കെയുണ്ട്. പക്ഷെ അലീന തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് വിളിച്ച് പറയുക തന്നെ ചെയ്യും. അതിപ്പോൾ സഹോദരനാണ് ശരി, ആരാണെങ്കിൽ ശരി. രോഹിതേടൻ തെറ്റ് ചെയ്തിട്ട് തെറ്റാന്ന് വിളിച്ച് പറയും. അതിപ്പോൾ ചേച്ചി ചെയ്താലും അതെ. ഓ പിന്നെയാന്ന് വെച്ചാൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തേക്കുന്നത്? ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? ആ മുടിത്തലേനെ വിളിച്ച് വീട്ടിൽ കയറ്റിയില്ലേ? എന്നിട്ട് എന്തായി? അലീന ചേച്ചി ഓടിച്ച് വിട്ടില്ലേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പം അവളിങ്ങനെ നോക്കി. പിന്നീട് പറഞ്ഞു, ഈ പറയുന്ന രോഹിതേടൻ ഒരു പെണ്ണിനെ വിളിച്ചു വന്നപ്പോൾ അവരെ ഓടിച്ചില്ലേ? പിന്നെ അത് മാത്രമല്ല, അലീന ചേച്ചി ഉപദ്രവിക്കാൻ ശ്രമിച്ച സമയത്ത് വയറ്റി കത്രയെ കുത്തി കയറ്റി അലീന ചേച്ചി അവരെയൊക്കെ ഭയപ്പെടുത്തി ഓടിച്ചില്ലേ? ഈ സമയം ഭവിത പറഞ്ഞു, നീ കൂടുതലൊന്നും അവളെക്കുറിച്ച് പറയുമൊന്നും വേണ്ട. പിന്നെ അവൾ വലിയ ആളാന്നാ വിചാരം. ആയിക്കോട്ടെ, എൻ്റെ കൺമുരി അലീന ചേച്ചി വലിയ ആൾ തന്നെയാ. പക്ഷേ ഭവിതേച്ചിക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. ഈ സമയത്ത് ഭവിത പറഞ്ഞു, എന്നാലും ആ ശരണ്യയുടെ വീട്ടിലേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, ശരണ്യേച്ചിക്ക് ആശ്വാസം വരാൻ വേണ്ടി പോന്ന. നാളെ ചേച്ചിക്ക് എങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ചേച്ചിക്ക് ആശ്വാസം വരുമെന്ന് പറഞ്ഞു. പിന്നെ അവളെപ്പോലെ നടക്കുമല്ല ഞാനും. അങ്ങനൊന്നും പറയണ്ട. ആ മുടിത്തലേൻ്റെ കൂടെ എവിടെയൊക്കെ പോയിരിക്കുന്നു? ഔട്ടിങ്ങിനൊക്കെ പോയിട്ടില്ലേ? പിന്നെ ഇങ്ങനത്തെ ഔട്ടിങ്ങൊന്നും അല്ല ഞങ്ങൾ, എല്ലാം കണക്കാന്ന് കൃഷ്ണമോള് പറഞ്ഞു. ചേച്ചി മര്യാദയ്ക്ക് ഇരിക്കുകയാണ് ചേച്ചിക്കൊള്ളാം. ചേച്ചി കൂടുതൽ ആരും ഭരിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അല്ലേലും അതെ, അവൾ എന്ത് ചെയ്താലും നിനക്ക് നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അവൾ പോകുന്ന ശരണ്യയുടെ അടുത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചി കൂടുതലൊന്നും പറയാതെ സ്വന്തം കാര്യം നോക്കി വേണം നിൽക്കാൻ നോക്കുക. അലീന ചേച്ചി എന്താണെങ്കിലും തെറ്റായ ഒരു വഴിക്ക് പോകത്തൊന്നുമില്ല, ശരിയായിട്ടുള്ള കാര്യമേ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.